I know I look stupid, but I don't care. Welcome to my YouTube channel. After a long time, ഞാൻ വീഡിയോ ചെയ്യാണ് with my husband. So yeah, ഇന്നത്തെ വീഡിയോ is all about I am making a terrarium. അല്ലേ terrarium ഉണ്ടാക്കുവാണ്. So basically, we already have an aquarium. അത് എൻ്റെ ഈ കലാകാരൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐ ഹാവ് ദിസ് കുഞ്ഞ് അക്വേറിയം അല്ല എന്താ പറയുക അക്വേറിയത്തിൻ്റെ എന്താ ഗ്ലാസ്സാ ടാങ്ക്. അപ്പോൾ ടാങ്ക് വെച്ചിട്ട് ആൻഡ് കുറച്ച് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആയുള്ള സാധനം, പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് സാധനം അടിച്ചു മാറ്റിയിട്ട് വിൽ മേക്ക് എ ബ്യൂട്ടിഫുൾ ടെറേറിയം. കുറച്ച് ഞാൻ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, but I don't know, I have a help here. Yeah, let's begin the video. I don't know whether I am gonna pause this or not, but yeah, well, let's get into the video, guys. This is our aquarium. Please explain. ഇതിൽ എന്തൊക്കെയുള്ളത്? ഇതിനകത്ത് ടെട്രാസ് ആണുള്ള, നിയോൺ ടെട്രാസ് ആൻഡ് അല്ല കാർഡിനൽ ടെട്രാസ് ആൻഡ് സിൽവർ ടിപ്പ് ടെട്രാസ്, മഞ്ഞ ആൻഡ് വയലറ്റ്സ്. പിന്നെ നമുക്ക് കുറേ പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ, പിന്നെ ഇതുണ്ട് എന്നാണ് അക്വാസോയിൽ അല്ലടാ മറ്റേ സ്നെയിൽ എവിടെയോ സ്നെയിൽ കാണുന്നില്ല, സ്നെയിൽ ഒളിച്ചിരിക്കുവാണെന്ന് തോന്നുന്നു, ബട്ട് സ്നെയിൽ ഉണ്ട്. പിന്നെ ദിസ് ഇസ് എ മോട്ടർ ഓട്ടോമേറ്റഡ് ഫീഡർ, പിന്നെ ഫിൽട്ടർ, പിന്നെ ഒരു ലില്ലി പ്ലാന്റും വെച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് അവർ അക്വേറിയം. ഓക്കെ, so ഇതിനെ ഇൻസ്പയർഡ് ആയിട്ട് വിൽ ക്രിയേറ്റ് സംതിങ് ഓവർ ഹിയർ. ഐ ആക്ച്വലി ഫോർഗോട്ട് മൈ എന്താ പറയുക ഗിംബൽ അറ്റ് മൈ പ്ലേസ് മീൻ എൻ്റെ വീട്ടിൽ. അപ്പോൾ നമുക്ക് അവിടെ എവിടെയും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, സോ ഐ വിൽ ഫസ്റ്റ് റിമൂവ് ഒരു തുണി വേണമല്ലോ. ആൻഡ് വി ഹാവ് ഓൾ ദ ഇതിനെന്താ പറയുക ആയുധങ്ങൾ വിച്ച് വി നീഡ് എല്ലാം ഉണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഈസ് അവൈലബിൾ. ഇനി നമുക്ക് ഇതൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. അതുകൊണ്ട് വി കെയിം ഹിയർ എന്താ പെറ്റ് സ്റ്റോർ. യാ, കിട്ടിപ്പോയി. I'm gonna buy this wood piece. This looks cute. I think this will work. ഇതാണ് ഗ്ലൂ, മരത്തിൽ നമ്മളുടെ കല്ലൊട്ടിക്കേണ്ട സാധനം. ഇതും ഇത് എനിക്ക് എന്തോ കളർ അത്ര എന്താ അറിയില്ല, ഒരു ഉണങ്ങിയതുപോലെ ഒരു ഫീൽ. ഐ എം നോട്ട് ടേക്കിംഗ് ദിസ്, only taking these two and this. Yeah, ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു വുഡൻ പീസാണ്. ഇതൊരു ട്രീറ്റഡ് വുഡൻ പീസാണ്. നമ്മൾ നോർമലി ഈ വഴിയിൽ കാണുന്ന വുഡൻ പീസ് അക്വേറിയത്തിൽ ഉപയോഗിച്ചുകൂടാ, അത് മോശമാണ്. ഓക്കെ, സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 300 ആണ്. ആൻഡ് കുറേ ഡിഫറെൻറ്റ് ഷേപ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇതിൽ അവിടെ കണ്ടിട്ട് എനിക്കിഷ്ടമായ ഒരു സൈസ് അല്ല ഒരു ടൈപ്പ് സാധനം ഞാൻ പർച്ചേസ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ശാഖകൾ കുറച്ച് വലുതായതുകൊണ്ട് ലെറ്റ്സ് കട്ട് ദ പീസസ്. സാൻഡിനകത്തോട്ട് അക്വാസോയിൽ ലീക്ക് ആവാതിരിക്കാൻ വേണ്ടി ഒരു നെറ്റ് പോലത്തെ ഒരു ബാഗ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിനകത്ത് നമ്മൾ മണ്ണ് നിറക്കണം അല്ലേ? സോയിലിൻ്റെ മലയാളമാണ് മണ്ണ്. നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ അക്വാ സാൻഡ് ഡയറക്റ്റ്ലി ഇതിനകത്തേക്ക് ഇടുവാണ്. ബിക്കോസ് നമ്മളുടെ റിവർ സാൻഡിൻ്റെ എമൗണ്ട് ഭയങ്കര കുറവായതുകൊണ്ട്. സോ യാ, ദിസ് ഈസ് ലുക്കിംഗ് നൈസ്. നമുക്ക് എന്നിട്ടൊരു പ്ലാറ്റ്ഫോം പോലെ ആക്കാൻ പറ്റും. പിന്നെ ഉപയോഗം ഉണ്ടോ വെച്ചാൽ അങ്ങനെ വലിയ ഉപയോഗമൊന്നുമില്ല, വെറുതെ
I still don't think it is enough. ഹരി ഭയങ്കരമായിട്ട് ഇടരുത് ഒരു ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ആയുധം പോരാ. സോ ഐ ആം യൂസിങ് ദിസ് സോട്ട്. ഇങ്ങനെ എന്തെങ്കിലും ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വയ്ക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇട്ട മണ്ണൊക്കെ തെറിച്ചു പോവും. സോ പിന്നെ നമ്മൾ ഒഴിക്കുമ്പോൾ ഭയങ്കര കെയർഫുള്ളായിട്ട് ഒഴിക്കണം, ഇല്ലെങ്കിൽ കാര്യം ഉണ്ടാകത്തില്ല. ജസ്റ്റ് ഒന്ന് സോയിലെല്ലാം സോക്കാക്കുക. 2 പ്ലാന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ്. ഇത് കോറിയാൻ വെൻഡാറ്റിഗിക്കോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. സോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 350 rupees ആണ്. ഫോർ ദിസ് ഓൾസോ 350. ദിസ് ഇസ് എ ഡിഫറെൻറ്റ് ടൈപ്പ്. കാണാൻ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ എന്നിട്ടത് സ്പ്ലിറ്റ് ചെയ്തു. ദെൻ ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് എവിടെയെങ്കിലും വെച്ച് നീ ആക്കിക്കോ. എനിക്കറിയില്ല. We can place it anywhere we want it. ഓക്കെ, ചെയ്യുമ്പോൾ അതിൻ്റെ മര്യാദ ഇതൊന്ന് ചെയ്യും. ഓക്കെ, we are good to go. സോ നമ്മൾ അക്വാ വൈറ്റൽസിൻ്റെ കംപ്ലീറ്റ് ബൂസ്റ്റർ ജസ്റ്റ് ഒരു തുള്ളി ഫോർ ഇവിടുത്തെ പ്ലാന്റ്സിൻ്റെ ഒക്കെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട്. API ബ്രാൻഡിൻ്റെ ക്വിക്ക് സ്റ്റാർട്ട്. സോ ഇതും ഓൾസോ ഹെൽപ്സ് വിത്ത് എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിലുള്ള ഇറ്റ് ലിമിറ്റ് ടോക്സിക് അമോണിയ ആൻഡ് നൈട്രേറ്റ്, ഹെൽപ്സ് പ്രിവെൻറ്റ് ഫിഷ് ലോസ്, ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട്സ് അക്വേറിയം സൈക്കിൾ, കണ്ടെയ്ൻസ് ലൈവ് ബാക്ടീരിയ, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഇത്ര മില്ലി ഒഴിക്കണം എന്നുണ്ട്. സോ വി ആർ യൂസിങ് എ സിറിഞ്ചിൽ കറക്റ്റ് 0.2 ml ആണ് നമ്മളതിൽ. ഇറ്റ്സ് എ സ്മോൾ ടാങ്ക്, അതുകൊണ്ട് നമ്മൾ 0.2 ml യൂസ് ചെയ്യുന്നു. ഒഴിക്കട്ടെ, ഒഴിച്ചു. ഓക്കെ, സോ ഇറ്റ്സ് ഡൺ. ഇനി ഒരു 4 weeks ഒക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഗ്രോത്ത് ഉണ്ടാവും. നോർമലി അങ്ങനെയാണ് ഉണ്ടാവേണ്ടല്ലേ. സോ ഐ ഹോപ്പ് ലൈക്ക് 3 weeks ശേഷം ഐ വിൽ അപ്ഡേറ്റ് ലൈക്ക് ഹൗ ഇറ്റ്സ് ഗോയിങ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ എം ട്രൈയിങ് with the help of my husband. I think we did a good job. But the problem is that sand ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. ബട്ട് വി ക്യാൻ എനിവേ നെക്സ്റ്റ് വീണ്ടും നമുക്കിത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ. I hope this was helpful for a lot of people who wants to do aquarium or terrarium. This is just a basic step. That's all. I hope you like this video, and that's all. Bye bye. Tata.